365 സ്റ്റോറുകൾ, 50,000 കോടിയിലധികം റവന്യൂ, 2,500 കോടിയിലധികം പ്രോഫിറ്റ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ചെയിനായ ഡിമാർട്ടിന്റെ 2024 കണക്കുകളാണ്. മലയാളികൾക്ക് ഡിമാർട്ട് എന്ന പേര് അത്ര സുപരിചിതമായിരിക്കില്ല. പക്ഷെ ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ, ബിസിനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഡിമാർട്ട് എന്ന് പറയുന്നത്. ഹലോ, മൈ നെയിം ഈസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. അപ്പോൾ ഡിമാർട്ടിന്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിമാർട്ടിന് പിന്നിലെ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാം. രാധാകിഷൻ ദമാനി. ഡിമാർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ദമാനിക്ക് കാര്യമായ റീറ്റെയിൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ടാണ്. പിന്നീട് അവിടുന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻവെസ്റ്റർമാരിൽ ഒരാളായി ദമാനി മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശാന്തമായ സ്വഭാവവും പൊതുവേദികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന പ്രകൃതവും അദ്ദേഹത്തിന് ഒരു പേര് സമ്മാനിച്ചു, ദ സൈലന്റ് ബില്യനെയർ. പക്ഷെ ദമാനി വെറും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയർ ആയിരുന്നില്ല. ബിസിനസ്സുകളുടെ വിജയങ്ങളെയും തോൽവികളെയും ഒക്കെ സൂക്ഷ്മമായി വീക്ഷിച്ച് അതിൽ നിന്നും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ബിസിനസ് സ്റ്റുഡന്റ് കൂടിയായിരുന്നു. 1990കളിൽ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു വിപ്ലവം നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും, റീറ്റെയിൽ വിപ്ലവം. ഈ റീറ്റെയിൽ വിപ്ലവത്തിന്റെ മുമ്പിൽ നിന്നത് 3 കമ്പനികളാണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേത് കിഷോർ ബിയാനിയുടെ ബിഗ് ബസാർ ആയിരുന്നു. രണ്ടാമത്തേത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സുഭിക്ഷ. മൂന്നാമത്തേത് കോടികൾ എറിഞ്ഞു കളിക്കാൻ കേൾപ്പുണ്ടായിരുന്ന റിലയൻസ് റീറ്റെയിൽ. പക്ഷെ ഇങ്ങനെയുള്ള കമ്പനികൾ ഇരിക്കെ തന്നെ ദമാനി ഡിമാർട്ട് എന്ന ബിസിനസ് തുടങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നത് 2 കാര്യങ്ങൾക്കാണ് എന്നാണ്. അതിൽ ആദ്യത്തേത് കുറവ് പൈസയ്ക്ക് സാധനങ്ങൾ ലഭിക്കണം, രണ്ടാമത്തേത് കിട്ടുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. അപ്പം ഈ പ്രോബ്ലം മനസ്സിലാക്കി ഇത് സോൾവ് ചെയ്യാനായി അദ്ദേഹം ഡിമാർട്ട് ആരംഭിക്കുകയാണ്. ഡിമാർട്ടിന്റെ ആദ്യ സ്റ്റോർ 2002 മുംബൈയിലെ പോവയിലാണ് ആരംഭിച്ചത്. അക്കാലത്ത് ഡിമാർട്ടിനേക്കാൾ ഒരുപാട് മുമ്പിലാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് വിശ്വസിച്ചവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബസാർ ഇന്ത്യയിലെ മോഡേൺ റീറ്റെയിലിന്റെ മുഖമായി മാറിക്കഴിഞ്ഞിരുന്നു. സുഭിക്ഷ ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ചെയിനായി മാറിയിരുന്നു. റിലയൻസ് റീറ്റെയിലിനാണെങ്കിൽ കോടികളുടെ ബാക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ വേഗത്തിൽ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാനുള്ള ഈ യുദ്ധത്തിൽ എല്ലാവർക്കും തന്നെ കാലിടറി എന്ന് നമുക്ക് പറയാനായി സാധിക്കും. 2009 ആകുമ്പോഴത്തേക്കും കടക്കെണിയിൽപ്പെട്ട് സുഭിക്ഷ പൂട്ടിപ്പോവുകയാണ്. ബിഗ് ബസാറിന് അവരുടെ എല്ലാ ബിസിനസ്സുകളും റിലയൻസ് റീറ്റെയിലിന് വിറ്റ് മാർക്കറ്റിൽ നിന്നും ഇറങ്ങേണ്ടി വരികയാണ്. റിലയൻസ് റീറ്റെയിലിനാണെങ്കിലോ ഒരുപാട് വർഷം വളരെയധികം വലിയ നഷ്ടങ്ങളിൽ ഓടേണ്ടി വരികയാണ്. പക്ഷെ ഈ കോലാഹലങ്ങൾക്കൊക്കെ ഇടയിലും ഡിമാർട്ട് ശ്രദ്ധിച്ചത് ഒരു കാര്യത്തിലാണ്, ബിൽഡിംഗ് കസ്റ്റമർ ലോയൽറ്റി. അപ്പൊ എങ്ങനെയാണ് ഡിമാർട്ട് കസ്റ്റമർ ലോയൽറ്റി ബിൽഡ് ചെയ്തത്? അത് മനസ്സിലാക്കാനായി നമുക്ക് അവരുടെ കോർ സ്ട്രാറ്റജി എന്താണ് എന്ന് മനസ്സിലാക്കാം. അവരുടെ കോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എവറി ലോ പ്രൈസസ് ആയിരുന്നു. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ബിഗ് ബസാറിനെയും റിലയൻസ് റീറ്റെയിലിനെയും പോലെയുള്ള അവരുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് സീസണൽ ഓഫേഴ്സ് ആയിരുന്നു കൊടുത്തതെങ്കിൽ ഡിമാർട്ടിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു ദിവസവും ഏറ്റവും വിലക്കുറവിൽ തന്നെ സാധനങ്ങൾ കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം, ഡിമാർട്ടിന് എങ്ങനെയാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരുപാട് പൈസ കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റബിൾ ആകുമോ? ഇത് മനസ്സിലാക്കാനായി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അവർ ഫോളോ ചെയ്ത 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് വളരെ സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്നും നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് നമ്മൾ ആ പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ പൈസ കൊടുക്കുന്നു എന്നുള്ളതിനെയാണ് ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ DPO കുറവുള്ള ബിസിനസ്സുകളെ സപ്ലയേഴ്സിന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം പെട്ടെന്ന് പൈസ കിട്ടുമല്ലോ. ഡിമാർട്ട് ഇന്ത്യയിലെ മറ്റേത് കോമ്പറ്റീറ്ററിനെ വെച്ച് നോക്കുമ്പോഴും വളരെ പെട്ടെന്നാണ് സപ്ലയറിന്റെ പൈസ കൊടുത്തു തീർക്കുന്നത്. റിലയൻസിന്റെ കഴിഞ്ഞ വർഷത്തെ ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുമ്പോൾ 39 ദിവസമായിരുന്നെങ്കിൽ ഡിമാർട്ടിൻ്റെത് വെറും 7 ദിവസം മാത്രമായിരുന്നു. ഇത് സപ്ലയേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും നല്ലൊരു ബാർഗെയിനിങ് പവർ ഗെയിൻ ചെയ്യാനും ഡിമാർട്ടിനെ സഹായിച്ചു. രണ്ടാമത്തേത് ഹൈ ഇൻവെന്ററി ടേൺ ഓവർ ആണ്. ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്ര വേഗത്തിൽ നമുക്ക് വിറ്റ് തീർക്കാൻ കഴിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചികയാണ്. ഡിമാർട്ടിന് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് വിറ്റ് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സപ്ലയറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇതും നല്ലൊരു കാര്യമാണ്.
കാരണം വേഗം സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ വേഗം തന്നെ കമ്പനി പുതിയ സ്റ്റോക്ക് വാങ്ങുമല്ലോ, അവർക്ക് കൂടുതൽ ചെലവാകുമല്ലോ, കൂടുതൽ ഇൻകം വരുമല്ലോ സപ്ലയറിന്. അതുകൊണ്ട് തന്നെ വീണ്ടും ഡിമാർട്ടിന് സപ്ലയറുമായിട്ടുള്ള ബാർഗെയിനിങ് പവർ കൂട്ടാനും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂട്ടാനുമായിട്ട് ഇതും സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത് അവരുടെ അസറ്റ് ഹെവി മോഡലാണ്. നമുക്കറിയാം ഇന്ന് പല സൂപ്പർ മാർക്കറ്റുകളും അവരുടെ സ്റ്റോറുകൾ വെക്കുന്നത് വലിയ വലിയ മോളുകളിലും മറ്റ് സ്ഥലങ്ങളിലുമാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള റെന്റുകൾ വരുന്നുണ്ട്. ഡിമാർട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമാർട്ടിന്റെ സ്റ്റോറുകളൊക്കെ ഇരിക്കുന്നത് അവരുടെ സ്വന്തം സ്ഥലത്താണ്. അവർ ഭൂമി വാങ്ങി അവിടെയാണ് അവരുടെ സ്റ്റോറുകൾ പണിയുന്നത്. ഇത് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൂടി വരുന്ന റെന്റിന്റെ തലവേദനയും ഇവരെ ബാധിക്കുന്നില്ല. ഇതും എവരിഡേ ലോ പ്രൈസ് എന്ന അവരുടെ കോർ സ്ട്രാറ്റജിയെ മെയിൻറ്റെയിൻ ചെയ്യാനായി അവരെ സഹായിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഡിമാർട്ടിന് അവരുടെ കസ്റ്റമേഴ്സിന് നിരന്തരമായി ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കാനായി സാധിക്കുന്നു. അതിലൂടെ കസ്റ്റമേഴ്സ് ഡിമാർട്ട് എന്ന ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുകയും അവിടെ ബ്രാൻഡ് ലോയാലിറ്റി ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇനിയും ഈ ബിസിനസ് മോഡൽ കൊണ്ട് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. 2025 എത്തി നിൽക്കുമ്പോൾ ഡിമാർട്ടിന് ഏതാണ്ട് 420-ലധികം സ്റ്റോറുകളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 50,000 കോടിയിലധികമാണ് 2024 അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2,500 കോടിയിലധികം പ്രോഫിറ്റ്സും അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 2017 ഡിമാർട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഓരോ വർഷവും ഡിമാർട്ടിന് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കൺസിസ്റ്റന്റ്ലി ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്തെ വമ്പന്മാരായിരുന്ന ബിഗ് ബസാറിനോ സ്പെൻസറിനോ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു ഇത്. 2017 അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ IPO പ്രൈസ് ഏതാണ്ട് 299 രൂപയായിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് ഏതാണ്ട് 4,700 രൂപയിൽ മുകളിലാണ്. ഒരു ആഡംബരവും ഇല്ലാതെ തുടങ്ങി കസ്റ്റമേഴ്സിന് ഏറ്റവും അധികം വാല്യൂ ഡെലിവറി ചെയ്ത് ഇന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഡിമാർട്ട് എന്ന ബിസിനസിന്റെ സക്സസിന് പിന്നിലെ രഹസ്യം അതിന്റെ ഫൗണ്ടറായ രാധാകിഷൻ ദമാനിയുടെ സിംപ്ലിസിറ്റിയും ഡിസിപ്ലിനും എക്സിക്യൂഷൻ മികവുമാണെന്ന് പറഞ്ഞേ മതിയാകും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബിസിനസ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിമാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് ഡിസിപ്ലിൻ ബീറ്റ്സ് അഗ്രഷൻ എന്നതാണ്. നമുക്കറിയാം ഡിമാർട്ട് തുടങ്ങിയ സമയത്ത് അവരുടെ മേജർ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഡിമാർട്ട് ശ്രദ്ധിച്ചത് ഓരോ സ്റ്റോറിനെയും പ്രോഫിറ്റബിൾ ആക്കുന്നതിലായിരുന്നു. അതവർക്ക് ലോങ് ടേം സക്സസും കൊടുത്തു. ഒരുപക്ഷെ ഷോർട്ട് ടേമിൽ പലർക്കും ബിഗ് ബസാറും സുഭിക്ഷയും ഒക്കെ വലിയ രീതിയിൽ മുന്നേറുന്നു എന്ന് തോന്നിയെങ്കിലും ഡിമാർട്ടിന്റെ പേഷ്യൻസും ഡിസിപ്ലിനും കാരണം അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുവാനും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനായി മാറുവാനും സാധിച്ചു. രണ്ടാമത്തേത് പ്രൊവൈഡ് കസ്റ്റമർ വാല്യൂ. ഡിമാർട്ട് നമ്മളെ പഠിപ്പിച്ച മറ്റൊരു പാഠം എന്ന് പറയുന്നത് കസ്റ്റമറിന് ആവശ്യമായ വാല്യൂ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്റീരിയറുകൾക്കോ ഫാൻസി ആഡുകളുടെയോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് ലോങ് ടേം തിങ്കിങ് പേസ് എന്നുള്ളതാണ്. രാധാകിഷൻ ദമാനി ഒരിക്കലും ചുറ്റിനുമുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത് കണ്ട് അവരുടെ സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് ഫിലോസഫിയിൽ വിശ്വസിച്ച് അദ്ദേഹം മുമ്പോട്ട് പോയി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. അന്ന് വളരെയധികം ബഹളമുണ്ടാക്കിയ ബിഗ് ബസാറും സുഭിക്ഷയും ഒക്കെ പൂട്ടിപ്പോയപ്പോഴും ഇന്ന് ഡിമാർട്ടിനെ ഒരു 3 ലക്ഷം കോടി രൂപയുടെ വാല്യുവേഷനുള്ള കമ്പനിയായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഡിമാർട്ടിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഫാക്ടുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ്സിലൂടെ അത് അറിയിക്കുക. ബിസിനസ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബിസിനസ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കാണുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കാപ്പേടി.